നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മുൻ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഓരോരോ ചെയ്തികളും എടുത്ത് പുനഃപരിശോധിച്ചു കൊണ്ടിരിക്കുന്നു പുതിയ മുഖ്യമന്ത്രി VD സതീശനും UDF സർക്കാരും. പിണറായി വിജയൻ സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ വന്ന വൈകല്യങ്ങളാണ്, അല്ലെങ്കിൽ യാതൊരു തരത്തിലും വികസനം എന്നുള്ള അല്ലെങ്കിൽ പുരോഗമനം എന്നുള്ള താല്പര്യം മുൻനിർത്തി ചിന്തിക്കുമ്പോൾ അശാസ്ത്രീയമായ വികസനത്തിൻ്റെ പാതയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും ചിന്തിച്ചത് എന്നുള്ളതാണ് കേരയിൽ റദ്ദാക്കിയതിലൂടെ VD സതീശൻ സമൂഹത്തിന് കൊടുത്ത സന്ദേശം. അശാസ്ത്രീയമായി കേരളത്തെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ട് ഒരു കേരയിൽ പോകുക, അത് വികസനത്തിൻ്റെ പേരിൽ എന്തിൻ്റെ പേരിലായാലും കേരളത്തെ വെട്ടിമുറിച്ച് കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ കൂടുതൽ രൂക്ഷമായ കാലാവസ്ഥയും കൂടുതൽ പ്രതികൂല സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കാൻ പാടുള്ളതല്ല. എന്ത് വികസനത്തിൻ്റെ പേര് പറഞ്ഞാലും അത് ശാസ്ത്രീയമല്ല എന്നുണ്ടെങ്കിൽ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേരയിൽ പദ്ധതി റദ്ദ് ചെയ്തത്. അതിനുശേഷം പിന്നീട് സ്വന്തം പാർട്ടിക്കാർ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നവകേരള യാത്ര സദസ്സിന് കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ തല്ലിച്ചതച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ആ കുട്ടികളെ എല്ലാവരെയും തല്ലിച്ചതച്ചത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന തരത്തിൽ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചു. അങ്ങനെ കരിങ്കൊടി കാണിക്കുമ്പോൾ ആ സമരം അക്രമാസക്തമാകും, മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാവും എന്ന് കണക്കാക്കിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ സൈനികരും ഇന്നിപ്പോൾ ആലപ്പുഴ MLA ആയിരിക്കുന്ന തോമസിൻ്റേതടക്കമുള്ള തല തല്ലിപ്പൊളിച്ചത്. പിന്നീട് ഈ വിഷയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയിൽ എത്തിച്ചു. പോലീസ് പരാതി കൊടുത്താൽ യാതൊരു തരത്തിലും ഒരു തീരുമാനമുണ്ടാകില്ല. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസുകാർ ചെയ്ത കിരാത വാഴ്ചയ്ക്ക് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു തരത്തിലുള്ള നിയമ നടപടിയിലും ഉണ്ടാകില്ല എന്ന് കണ്ടുകൊണ്ട് അവർ ബഹുമാനപ്പെട്ട കോടതിയിൽ പരാതി ബോധിപ്പിക്കുന്നു. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ വലിയ മുളവടി കൊണ്ട് അനധികൃതമായി തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയുടെ നടുക്കുന്ന ദൃശ്യങ്ങളടക്കം കോടതിയെ കാണിക്കുന്നു. അന്ന് ആലപ്പുഴ SP ആയിരുന്ന തെരേസ കൃത്യമായ രീതിയിൽ തന്നെ റിപ്പോർട്ട് നൽകി ADGPക്ക് നൽകുന്നു. കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ഒരേ ഒരു ADGP ആയിരുന്ന MR അജിത് കുമാർ പിണറായി വിജയൻ്റെ ഗൺമാന്മാരെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടുകൾ തിരുത്തുന്നു. ADGPയുടെ ഓഫീസിലെ 2 ASIമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സ്വാധീനിച്ചുകൊണ്ടാണ് ADGP ഈ റിപ്പോർട്ടുകൾ തിരിച്ച് ഗൺമാന്മാരെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ നടത്തിയത്, അല്ലെങ്കിൽ നിയമരാഹിത്യം നടത്തിയത്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ തിരുത്തിയ പോലീസുകാർ പറഞ്ഞതാകട്ടെ, ഞങ്ങൾ ഒരു കാരണവശാലും ഇതിൽ കുറ്റക്കാരല്ല, ADGPയുടെ സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങളിത് തിരുത്തിയത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ADGP പറയുന്നു ഞാൻ അത്തരത്തിൽ ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല, ആ തിരുത്തലിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നു. അപ്പോൾ തിരുത്തൽ നടന്നിട്ടുണ്ട് എന്ന് ADGPയും സമ്മതിക്കുന്നു. ADGPയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ചത് ADGPയുടെ ആവശ്യമായിരുന്നില്ല. ADGP ആ കാര്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുമില്ല. എന്നാൽ തൻ്റെ യജമാനനായ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് വേണ്ടി ADGP ഇത്തരം ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഗൺമാന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ADGPയുടെ സമ്മർദ്ദം കൊണ്ട് ADGPയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് തിരുത്തി എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയന് വേണ്ടി തന്നെയാണ് ഈ റിപ്പോർട്ട് തിരുത്തിയത് എന്ന് ADGP സമ്മതിക്കുകയായിരുന്നു. എന്തായാലും ആലപ്പുഴ സെഷൻസ് കോടതിയിൽ ഇന്ന് അവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നു. അതിൽ യൂത്ത് കോൺഗ്രസ് തല്ലുകൊണ്ട യൂത്ത് കോൺഗ്രസ്സുകാരും കക്ഷിയായിരിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തകരെ അനധികൃതമായി തല്ലിച്ചതച്ചതിൻ്റെ പേരിൽ, അതായത് ജനാധിപത്യപരമായി കരിങ്കൊടി കാണിക്കുവാൻ എല്ലാവർക്കും അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അത്തരം സമര സ്വാതന്ത്ര്യങ്ങളെയും അല്ലെങ്കിൽ സമര തീരുമാനങ്ങളെയും എല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിൽ, അടിച്ചമർത്തുന്ന തരത്തിൽ പിണറായി വിജയൻ്റെ പോലീസുകാർ പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ കരിങ്കൊടി സമരക്കാരെ തല തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതൊരു കാരണവശാലും പുതിയ സർക്കാരിന് സഹിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകരെ പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ തല്ലിച്ചതച്ച പോലീസുകാർക്കെതിരെ, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഗൺമാന്മാർ ഉൾപ്പെടുന്ന 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ കരുതലോടുകൂടി തന്നെ UDF സർക്കാർ നീങ്ങുന്നു.
പിണറായി വിജയൻ സർക്കാർ അനധികൃതമായി നീതിരഹിതമായി UDF പ്രവർത്തകരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും കാണിച്ച അനീതിക്ക് കൃത്യമായി തന്നെ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. ആരുടേതായാലും പോലീസ് കേരളത്തിൻ്റെ പോലീസാണ്. ഒരു രാഷ്ട്രീയക്കാരനും വഴിവിട്ട് വിടുപണി ചെയ്യാൻ പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു സന്ദേശം തന്നെയാണ് ഈ പോലീസുകാർക്ക് സസ്പെൻഷൻ കൊടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ ഒരു നിർവചനം നടത്തിയിരിക്കുന്നത്. മാറി മാറി രാഷ്ട്രീയക്കാർ കേരളം ഭരിക്കും. അപ്പോൾ മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് അവർക്ക് അനധികൃതമായി നിയമരാഹിത്യത്തോടുകൂടി കുഴലൂതാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും നിൽക്കാൻ പാടില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് ഈ പോലീസുകാരുടെ സസ്പെൻഷനിലൂടെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല വളരെ നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാരെ തല തല്ലിപ്പൊളിച്ച ഈ പോലീസുകാർക്ക് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന അനിൽകുമാർ അടക്കമുള്ള 5 പേർക്ക് സസ്പെൻഷൻ കിട്ടുമ്പോൾ അത് വകുപ്പ് തല നടപടി മാത്രമാകുന്നു. അവർക്ക് ഒരുപക്ഷെ ഇനി പെൻഷൻ വരെ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്നാൽ ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നടക്കുന്ന നിയമവ്യവഹാരത്തിൽ ഇനി എന്താണ് സംഭവിക്കുക, ഈ പോലീസുകാർക്ക് സസ്പെൻഷൻ എന്നുള്ളത് ഇനി ഡിസ്മിസിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.